KGF വെറും കെട്ടുകഥയല്ല, ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ യഥാർത്ഥ KGF. 1000 വർഷങ്ങളായി സ്വർണ്ണ സാമ്രാജ്യം എവിടെയാണെന്നറിയാതെ എത്രയോ രാജാക്കന്മാർ അതിനെ അന്വേഷിച്ച് എത്ര സൈന്യങ്ങളെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ആർക്കും അത് കണ്ടെത്താനായില്ല. അതിന് കഴിഞ്ഞിരുന്നെങ്കിൽ അവൻ മറ്റുള്ളവരെക്കാൾ വലിയ രാജാവാകുമായിരുന്നു, അല്ലേ? കോലാർ ഗോൾഡ് ഫീൽഡ്സ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് KGF എന്ന് നമുക്കറിയാം. എന്നാൽ യഥാർത്ഥത്തിൽ അധികം ആർക്കും അറിയാത്ത നിധിവേട്ടയുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണ്, അതാണ് KGF. ആ പൊന്നു വിളയുന്ന മണ്ണ്, അവിടെ ഉറങ്ങിക്കിടക്കുന്ന നൂറ്റാണ്ടുകളുടെ ചരിത്രവുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. KGFന്റെ 1-ാം ഭാഗവും 2-ാം ഭാഗവും കണ്ടവരിൽ ഭൂരിഭാഗം പേരും KGF എന്ന സ്ഥലം ഒരു സാങ്കല്പിക സൃഷ്ടിയാണെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്വർണ്ണക്കണി നമ്മുടെ രാജ്യത്തുമുണ്ട്. കർണാടകയിലെ കോലാർ എന്ന സ്ഥലത്താണ് ഈ ഖനി പ്രവർത്തിച്ചിരുന്നത്. എന്താണ് KGF? എന്തായിരുന്നു KGF? ആരാണ് ദ റിയൽ റോക്കി ഫൈവ്? ഇതാണ് നമുക്കറിയേണ്ടത്, അല്ലേ? ചരിത്രാതീത കാലം മുതൽക്കേ അറിയപ്പെട്ടിരുന്ന അമൂല്യ ലോഹമാണ് സ്വർണമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. BC 2600 ഈജിപ്ഷ്യൻ ഹീറോഗ്ലിഫിക് ലിഖിതങ്ങളിൽ ഈജിപ്ഷ്യൻ സ്വർണം സുലഭമായി കിട്ടിയിരുന്നുവെന്ന് പരാമർശിക്കുന്നുണ്ട്. നദീ നിക്ഷേപ തടങ്ങളിൽ നിന്നും മണലിനെയും ചരലിനെയും അലിയിച്ചെടുത്താണ് അക്കാലത്ത് സ്വർണം നിർമ്മിച്ചിരുന്നത്. പുരാതന കാലം മുതൽ ഇന്ത്യയിൽ, മധ്യ ഏഷ്യയിലും തെക്കൻ യൂറോൺ പർവ്വത പ്രദേശങ്ങളിലും കിഴക്കൻ മെഡിറ്ററേനിയൻ തീരങ്ങളിലും സ്വർണം നിർമ്മിച്ചു പോന്നു. സ്വർണം ആദ്യമായി ഉപയോഗിച്ച സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ സ്ഥലമാണ് കർണാടകയിലെ കോലാർ അഥവാ KGF ഫിലിം അരങ്ങേറുന്ന സ്ഥലം. കർണാടകയുടെ തലസ്ഥാനമായ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ അകലെയാണ് കോലാർ സ്വർണ്ണഖനി അഥവാ KGF സ്ഥിതി ചെയ്യുന്നത്. BC 1-ാം നൂറ്റാണ്ടിലെയും ചോള സാമ്രാജ്യം ഭരിക്കുന്ന കാലത്തും വിജയനഗര സാമ്രാജ്യ കാലത്തും അതിനു പുറമെ മൈസൂർ രാജാവായിരുന്ന ടിപ്പു സുൽത്താന്റെ ഭരണകാലത്തും 18-ാം നൂറ്റാണ്ടിന്റെയും 2-ാം പകുതിയിലും ഈ ഖനിയിൽ നിന്നും സ്വർണം ഖനനം ചെയ്തുവെന്ന് ചരിത്രം പറയുന്നുണ്ട്. ടിപ്പുവിന്റെ കയ്യിൽ നിന്നും പിന്നീട് ബ്രിട്ടീഷുകാർ ഈ ഖനി പിടിച്ചെടുക്കുകയായിരുന്നു. ഇതോടെയാണ് ഇതിന് KGF എന്ന പേര് വന്നത്. 1802 ലഫ്റ്റനന്റ് ജോൺ വാറൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായി സർവേ നടത്തുന്നതിനിടയിലാണ് ഈ മേഖലയിലെ സ്വർണ്ണ നിക്ഷേപത്തെപ്പറ്റി പഠിച്ച് റിപ്പോർട്ട് നൽകുന്നത്. അങ്ങനെ 1873 ഇവിടെ ആധുനിക രീതിയിലുള്ള ഖനനം ആരംഭിക്കുന്നത്. ബ്രിട്ടീഷുകാർ പ്രവർത്തനം ഏറ്റത്തോടുകൂടി ഇവിടുത്തെ സ്വർണ്ണ ഉൽപ്പാദനത്തിന്റെ അളവ് വർദ്ധിക്കുകയായിരുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഴമുള്ള ഖനികളിൽ ഒന്നാണ് KGF. ഇന്ത്യയിൽ വൈദ്യുതി സജീവമല്ലായിരുന്ന അക്കാലത്തും ബ്രിട്ടീഷുകാർ KGFൽ വൈദ്യുതി എത്തിച്ചിരുന്നു. റോബർട്ട്സൺ പേറ്റ് എന്ന സ്ഥലമായിരുന്നു KGFന്റെ തലസ്ഥാനം. സ്വാതന്ത്ര്യത്തിനു ശേഷം KGF സ്വാഭാവികമായും ഇന്ത്യൻ സർക്കാരിന്റെ അധീനതയിലായി. സത്യത്തിൽ KGFന്റെ പവർ ലോകം കാണാൻ കിടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി ലോക ബാങ്കിൽ നിന്നും വായ്പ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ മതിയായ സെക്യൂരിറ്റി ഇല്ലെന്ന കാരണത്താൽ ലോക ബാങ്ക് ഇന്ത്യക്ക് ലോൺ നിഷേധിച്ചു. എന്നാൽ തങ്ങളുടെ കയ്യിൽ ഏറ്റവും മൂല്യമുള്ള ഒരു സാധനമുണ്ടെന്ന് പറഞ്ഞാൽ നെഹ്റു KGFനെ ഈട് നൽകുകയാണ് ഉണ്ടായത്. KGFന്റെ മൂലം തിരിച്ചറിഞ്ഞ ലോക ബാങ്ക് ഇന്ത്യക്ക് ഒന്നും നോക്കാതെ ലോൺ നൽകുകയും ചെയ്തു. ലോകത്തെ 2ാമത്തെ വലിയ സ്വർണ്ണഖനിയായ KGFൽ പണിയെടുക്കുന്നതിനായി ധാരാളം തൊഴിലാളികളെ ആവശ്യമായിരുന്നു. തമിഴ്നാട്ടിലെ ധർമ്മപുരി, സേലം, കൃഷ്ണഗിരി, അതുപോലെ ആന്ധ്രയിലെ ചിറ്റൂർ, അനന്തപൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്നുമായിരുന്നു KGFൽ ജോലി ചെയ്യാനായി തൊഴിലാളികൾ എത്തിയിരുന്നത്. ദൂരദേശത്തു നിന്നുമുള്ളവരായതിനാൽ തന്നെ KGFൽ തന്നെ അവർ താമസിച്ചു. തൊഴിലാളികൾ മാത്രമല്ല, എഞ്ചിനീയേഴ്സും എല്ലാവരും അവിടെ തന്നെയായിരുന്നു താമസം. സിനിമയിൽ കാണിച്ചിരിക്കുന്നതിന് നിന്നും വളരെ വ്യത്യസ്തമായ നല്ല സൗകര്യത്തോടു കൂടിയായിരുന്നു അവിടെ ആളുകളുടെ ജീവിതമെന്നാണ് ചരിത്രം പറയുന്നത്. പിന്നീട് ഭാരത് ഗോൾഡ് മൈൻസ് എന്ന പൊതുമേഖലാ സ്ഥാപനം KGFന്റെ പ്രവർത്തനം ഏറ്റെടുത്തു. എന്നാൽ 2001 മാർച്ചിൽ പ്രവർത്തന നഷ്ടം ചൂണ്ടിക്കാണിച്ച് ഈ കമ്പനി KGFലെ പ്രവർത്തനം അവസാനിപ്പിച്ചു. 144ഓളം വർഷങ്ങൾ പഴക്കമുള്ള കോലാർ സ്വർണ്ണഖനിയിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വർണം ഇന്നും അവശേഷിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി നമുക്ക് മെയിൻ പോയിന്റിലേക്ക് വരാം, അല്ലേ? ദ റിയൽ റോക്കി ഫൈവ്. 25 വയസ്സിനുള്ളിൽ കൊള്ളയും കൊലയും കവർച്ചയുമായി 75-ലേറെ കൊടിയ കേസുകൾ. വീരപ്പൻ ജൂനിയർ എന്ന പേരിൽ കോലാർ ഗോൾഡ് ഫീൽഡിലെ പേടി സ്വപ്നം. 90കളിൽ കർണാടകയിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ KGFലെ യഥാർത്ഥ റോക്കി ഫൈവ്. റൗഡി തർക്കം.
റോക്കി ഫൈവിലെ വയലൻസ് 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 എന്ന ഡയലോഗ് പോലെ തന്നെയായിരുന്നു തങ്കത്തിന്റെയും ജീവിതം. ചന്ദനക്കൊള്ളക്കാരൻ വീരപ്പനെ ലഭിച്ചിരുന്ന അതേ റോബിൻഹുഡ് ഇമേജ് തന്നെയാണ് റൗഡി തങ്കത്തിനും ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. തങ്കത്തിന്റെ കോലാറിലേക്കുള്ള വരവ് തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികൾ കൂട്ടമായി കുടിയേറുന്ന കാലഘട്ടത്തിലാണ്. 90കളുടെ തുടക്കത്തിൽ തന്നെ സ്വർണം കുഴിച്ചെടുക്കുന്നതിലെ ചിലവ് കൂടുകയും സ്വർണം കിട്ടാതാവുകയും ചെയ്തതോടെ പല ഖനിക യൂണിറ്റുകളും പൂട്ടാൻ തുടങ്ങിയ സമയം. പല കുടുംബങ്ങളും ഇവിടെ തൊഴിൽ രഹിതരായി മാറി. ഈ അരിസ്ഥാവസ്ഥയിൽ ഒരു ഭാഗം ആളുകൾ ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു. അങ്ങനെയാണ് റൗഡി തങ്കവും ജനിക്കുന്നത്. റൗഡി തങ്കം ഉൾപ്പെടെ 7 സഹോദരന്മാർ, അതിൽ 4 പേരും ഗാങ്സ്റ്റർ. ഇവരുടെ ഗ്യാങ്ങിനെ പൗളി ഗ്യാങ് എന്ന് അറിയപ്പെട്ടു. പൗളി എന്നത് അവരുടെ അമ്മയുടെ പേരാണ്. സമ്പന്നരുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ച് കിട്ടുന്നതിന്റെ ഒരു ഭാഗം പാവപ്പെട്ട ഖനി തൊഴിലാളികൾക്ക് കൊടുക്കുകയായിരുന്നു പൗളി ഗ്യാങ്ങിന്റെ ജോലി. KGFലെ റോക്കി 5 പോലെ അതിസാഹസികനായിരുന്നു റൗഡി തങ്കവും. എതിരാളികളെ അരിഞ്ഞിടുന്നത് പട്ടാപ്പകൽ എല്ലാവരും കാണുകയാണ്. അതോടെ വീരപ്പൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ എന്ന പദവി റൗഡി തങ്കത്തിനായി. ഇതൊരു തലവേദനയായി മാറിയ ഭരണകൂടം 1997 ഡിസംബർ 27 ആന്ധ്രയിൽ ചിറ്റൂർ ജില്ലയിലെ പോലീസ് നടത്തിയ എൻകൗണ്ടറിൽ റൗഡി തങ്കം കൊല്ലപ്പെട്ടു. ഇതാണ് റിയൽ KGFന്റെ ചരിത്രം. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിരിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അപ്പോൾ എത്തുകയുള്ളൂ. താങ്ക് യു.